അർബുദത്തെ തുടർന്ന് മജ്ജ മാറ്റുവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ച് കോടശ്ശേരിയിലെ 11-കാരൻ നവനീതിന്റെ ചികിത്സയ്ക്ക് നാട്ടുകാർ ഒന്നിക്കുന്നു. വിവിധ മേഖലകളിൽ നിന്നും പണം സ്വരൂപിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കോടശ്ശേരി മാരാംകോട് എട്ടിയടുത്ത് ബാബു മിനിമോൾ ദമ്പതികളുടെ മകൻ കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി നവനീത് അമൃത ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ശസ്ത്രക്രിയയ്ക്ക് മാത്രം ആവശ്യം 40 ലക്ഷം രൂപ. നിരവധി പരിശോധനകൾക്ക് ഇതിനകം 12 ലക്ഷം രൂപ ചെലവായി. മജ്ജ കൊടുക്കുന്നതിന് സന്നദ്ധരായ സഹോദരൻ, മറ്റു ചില ബന്ധുക്കൾ എന്നിവരുടെയടക്കം പരിശോധനകൾക്ക് ലക്ഷങ്ങൾ വേണം. എല്ലാം കൂടി 70 ലക്ഷം രൂപയോളം വേണ്ടിവരും. ഭീമമായ തുക ആവശ്യമുള്ള ശസ്ത്രക്രിയക്കും മറ്റുമായി പഞ്ചായത്തംഗം PC നിഖിൽ ചെയർമാനായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. മരപ്പണിക്കാരനായ ബാബുവാണ് വീടിന്റെ ഏക ആശ്രയം. 2 വർഷങ്ങൾക്കു മുമ്പുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഇയാൾക്ക് ഒരുപാട് ആരോഗ്യപ്രശ്നവും നേരിടുന്നു. ഭാര്യ മിനിമോൾ വീട്ടമ്മയാണ്. 6 സെന്റ് ഭൂമിയിലെ കൊച്ചുവീട്ടിലാണ് കുടുംബത്തിന്റെ താമസം. നവനീത് എന്ന് പറയുന്ന 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ ജീവൻ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് കഴിഞ്ഞ 2 മാസക്കാലം. അതിനു മുമ്പ് ഈ കുട്ടിക്ക് അസുഖം വന്നപ്പോഴും ഞങ്ങൾ നാട്ടിലെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. പിന്നീട് അസുഖം കുറച്ചും കൂടി മൂർച്ഛിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 മാസക്കാലമായി സമിതി രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഭാരിച്ചൊരു തുകയാണ് നമുക്ക് കുറെ ഘട്ടം തോറും ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്നത്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ശിവൻചേട്ടൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അപ്പൊ ഇത് നെഗറ്റീവായി അത് ഓപ്പറേഷനിലേക്ക് എത്താൻ വേണ്ടി തന്നെ 17 ലക്ഷം രൂപ അധിക ചെലവ് ഞങ്ങൾ കണ്ടിരുന്ന തുകയേക്കാളും കൂടുതലായിട്ട് വന്നു. 40 ലക്ഷമാണ് നമുക്ക് എസ്റ്റിമേറ്റ് ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് തന്നു. പക്ഷെ അതിൽ കൂടുതൽ തുക കണ്ടെത്തേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. അവിടെ ഒരു സമിതി രൂപീകരിച്ച് അവിടെ നാട്ടിലെ ആളുകളിൽ നിന്ന് പണം കണ്ടെത്തി, അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗപ്പെടുത്തി ഫണ്ട് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലേക്ക് കുട്ടിയുടെ വീഡിയോ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫണ്ട് കണ്ടെത്താൻ ആവശ്യമായ പ്രവർത്തനം നടക്കുന്നു. നാട്ടിലെ മറ്റു സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മറ്റു പരിപാടികളും നമ്മൾ ഇതിനോടകം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ചാതലീസ്, ഞങ്ങളുടെ പ്രദേശത്തുള്ള ചാതലീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ 3 ബസ് ഇതുമായി ബന്ധപ്പെട്ട് ഓടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വലിയ സഹായം നൽകുന്ന ഈ മേഖലയ്ക്ക് ജീവകാരുണ്യ മേഖലയ്ക്ക് സജീവമായി ഇടപെടുന്നവരാണ് ചാതലീസ് ഗ്രൂപ്പ്. ഇപ്പോൾ നമ്മുടെ സമിതിയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ജോജി പടിഞ്ഞാറുമായി ബന്ധപ്പെട്ട് അവരും ഒരു വരുന്ന തിങ്കളാഴ്ച ഇത് ഓടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളെ അറിയിച്ച് ചാലക്കുടിയിൽ വന്നു പോകുന്ന പ്രധാനപ്പെട്ട 3 ബസ്സുകളാണ് ചാതലീസ് ഗ്രൂപ്പിന്റെ. അതിന്റെ മറ്റു വിശദാംശങ്ങളും കൂടി ജോജിയായിട്ട് വിശദീകരിക്കും. അപ്പൊ അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ പത്രസമ്മേളനം വിളിച്ചത്. ഇടപെടലിൽ ഞങ്ങളെ പോലെയുള്ള സാധാരണ ഒരു നാട്ടിൻ പ്രദേശത്തിനകത്ത് സാധ്യമായ ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് പണം കണ്ടെത്താൻ ആവശ്യമായ എല്ലാവിധ മാർഗങ്ങളെയും ഈ കാലഘട്ടത്തിലെ എല്ലാവിധ മാർഗങ്ങളെയും ഞങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് മാധ്യമ സുഹൃത്തുക്കൾ വഴി ഈ വാർത്ത ഈ കുട്ടിക്ക് ആവശ്യമായ ചികിത്സയ്ക്കുള്ള ഫണ്ട് കണ്ടെത്താൻ ആവശ്യമായ ഒരു സഹായം മാധ്യമങ്ങൾ ഈ കാലഘട്ടത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നിങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരു സഹായം എത്തിച്ചുകൊണ്ടാണ് അടിയന്തരമായി ഒരു പത്രസമ്മേളനം നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങൾ നിങ്ങൾ